എടാ ആരോന്നാ ആരാ കല്യാണമാണെന്ന് അറിഞ്ഞുകൂടാതാണ് അവിടെ വന്ന ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെളിയിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചേക്കല്ലേ കിങ്ങിണി മണിക്കുട്ടൻ ബെഡ്സ് എന്ന്. ഈ ഏരിയയിൽ ആരുണ്ടടാ 1001 പവൻ സ്വർണം മേടിച്ച് കെട്ടിയിട്ടുള്ളത്? എന്റെ ഒരേ ഒരു ചെറുമം മാത്രമേ ഉള്ളൂ. പുറത്തുള്ള പണിയൊക്കെ കഴിഞ്ഞായിരുന്നാ? ഇവിടുത്തെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞായിരുന്നാ? പൈസയൊക്കെ കിട്ടിയായിരുന്നാ? കിട്ടി. പിന്നെ ഒലിപ്പിക്കാതെ പോ ചെല്ല്. പിന്നെ കല്യാണമേ കൂടാൻ പറ്റിയില്ല. ആദ്യരാത്രി രാത്രി പറയാനുള്ള ആരോഗ്യം നിനക്കുണ്ടാ? രാത്രി പറയാനുള്ള ആരോഗ്യം ഉണ്ടാ? ആ ചെറുക്കനെ പറഞ്ഞു വിടണ്ടായിരുന്നു. 6 മണി കഴിഞ്ഞാൽ കണ്ണിനും കാഴ്ച കുറവാണ്. ഈ ഗുളിക എവിടെ വെച്ചേക്കുന്നു? ആ ഗുളിക എന്തിയാടി? എടി ആ ഗുളിക എന്തിയാടി? ഇതെന്റെ 100ാമത്തെ മോഷണമാണ്. പല കല്യാണ വീടുകളിലും കയറി ഞാൻ മോട്ടിച്ചിട്ടുണ്ട്. പക്ഷേ 1001 പവൻ മോട്ടിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഇന്നാണ് കിട്ടിയത്. മനസ്സിലായില്ല? എൻ്റെ കൂടെ വന്നവ എവിടെ പോയി? എൻ്റെ ഒരു ശിഷ്യൻ ആ ഹോട്ടൽ വരെ അവ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ കാണാനില്ല. വാ വാ മനോരഞ്ജിനി സുരംഗിനി സൂപ്പർ സൂര്യ സുന്ദരി എന്തോന്നടാ ആശാനിലെ പാട്ട് തുടക്കമിട്ട് വാവാന്ന്. എടാ പാട്ട് പാടിയതല്ല, കേറി വരാൻ പറഞ്ഞത്. നിനക്കറിയാല്ല, കള്ളന്മാര് മോട്ടിക്കാൻ പോകുമ്പോ ഇങ്ങനെ മന്ദം മന്ദം പൂച്ച നടക്കും പോലെയാണ് നടക്കാനുള്ളത്. അപ്പൊ ഞാൻ നടന്നു കാണിക്കാം. നീ സാധാരണ എങ്ങനെയാണ് നടന്നത്? ഇന്നലെ വരെ എങ്ങനെയാണ് നടന്നത്? അതുപോലെ നടന്നാ മതി. നിനക്കറിയാല്ല, ഇതെന്റെ 100ാമത്തെ മോഷണമാണ്. ആശാന്റെ 100ാമത്തെ മോഷണം പ്രമാണിച്ച് എന്റെ മകൻ ഒരു സർപ്രൈസ് ഉണ്ടായിരിക്കും. അതിന് ഞാൻ മത്സരത്തിലൊന്നും പങ്കെടുത്തില്ലല്ലോ. ഫസ്റ്റ് പ്രൈസ് മേടിക്കേ. ഫസ്റ്റ് പ്രൈസ് അല്ല, സർപ്രൈസ്. ഓ സർപ്രൈസ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇവിടെ വന്ന എന്തിനാണെന്ന് അറിയാല്ല, ഇവിടെ മൊത്തം തൂത്ത് വാരാനാണ്. നീ എവിടെ പോണ്? ചൂലെടുക്കാൻ പോ, തൂത്ത് വാരണ്ടേ? അതല്ല, ഇവിടുന്ന് പണവും പണ്ടവും ഒക്കെ ഈ ചാക്കിനകത്ത് തൂത്ത് വാരി കൊണ്ട് പോണോന്ന്. ആശാനെ ഇവിടെ കംപ്ലീറ്റ് ഇരുട്ടാണല്ലോ ആശാനെ, ഇരുട്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, അയ്യപ്പ സൗണ്ട്സിനെ വിളിച്ച് ഇവിടെ മൊത്തം ഹാലജം കെട്ടിത്തരാൻ കൊഴിപ്പിച്ചേക്കാം. ഒറ്റ കീറ് വെച്ച് വന്നോണ്ടല്ല. എടാ കള്ളന്മാർക്ക് വെളിച്ച അലർജിയാണ്. ആശാനെ ഒരു അബദ്ധം പറ്റിയില്ല ആശാനെ. എന്തോന്ന് അബദ്ധം? ഞാനിങ്ങോട്ട് പോരുന്നതിന് മുമ്പേ എന്റെ ദേഹത്ത് മൊത്തം കരി തേക്കാൻ ഞാൻ മറന്നുപോയി. ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പേ എന്റെ ദേഹത്ത് മൊത്തം കരി തേക്കാൻ ഞാൻ മറന്നുപോയി. ഇതിൽ നീ എവിടെയാടാ കരിവാരിത്തേക്കായി? നീ ഒന്ന് ചിരിച്ചാണ്. നീ ചിരിച്ചതുകൊണ്ട് നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കേട്ടാ, വാ നമുക്ക് മോട്ടിക്കണ്ടേ. പിന്നെ വേറൊരു കാര്യം, ഈ മോഷണം നമ്മളല്ലാതെ വേറൊരാള് അറിയാൻ പാടില്ല. ഓക്കെ ശരി. അറിഞ്ഞോ? എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചല്ലേ? അങ്ങനെ എന്നെ പറ്റിച്ചിട്ട് പോകാന്ന് വിചാരിച്ചല്ലേ? എന്താണ് സംഭവം എന്ന് വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞു. സംഭവം എന്താണെന്ന് അറിയാം? കിങ്ങിണിയുടെ കൂട്ടുകാരെ ഒരു സാധനം മേടിച്ച് റിസപ്ഷൻ കഴിഞ്ഞ് അടിക്കാൻ വേണ്ടി അലമാരയുടെ ഇടയിൽ കൊണ്ടുവച്ച് അത് ഞാൻ കണ്ടുപിടിച്ചു. പക്ഷെ നിങ്ങൾ രണ്ടുപേരും വന്നപ്പോ തൊട്ട് ഞാൻ വാച്ച് ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും ശരിയല്ല. മേലാൽ ആവർത്തിച്ചു പോകരുത്. എന്തോന്ന് മേലാൽ ആവർത്തിച്ചു പോകരുത്? എന്തോന്ന്? നിങ്ങൾ അടിക്കാൻ വേണ്ടി കുപ്പി നിങ്ങളെ കയ്യിലില്ലേ? എടാ വെള്ളം അടിക്കുമ്പോ എന്തെങ്കിലും ടച്ചപ്പ് ഒക്കെ വെച്ച് അടിക്കണ്ട, അല്ലെങ്കിൽ കൂമ്പ് കരലൊക്കെ വാടി പോകൂലേ? മേലാൽ ടച്ചപ്പ് ഇല്ലാതെ വെള്ളം അടിക്കരുത്. പിന്നെ ആരെ കല്യാണം എന്നറിയാലോ? എന്റെ ഒരേ ഒരു ചെറുമകൻ കിങ്ങിണി മണിക്കുട്ടന്റെ കല്യാണമാണ്. എടാ ഈ ഏലാക്കരയില്, ഇവിടെ ഏലാക്കര പണ്ടുണ്ടായിരുന്നു. എടാ ഏലാക്കരയില് ആരുണ്ടോ 1001 പവൻ സ്വർണം മേടിച്ചു കെട്ട? അതുപോട്ട് ഈ ആണുങ്ങൾക്ക് ഇടാനുള്ള പേരെന്തിനാണ് പെണ്ണുങ്ങൾക്ക് ഇട്ടത്? അത് ഭയങ്കര ഒരു അബദ്ധം പറ്റി കേട്ടാ. ഈ പേരിട്ടത് ഞാൻ തന്നെ കിങ്ങിണിന്ന്. സംഭവം എന്ന് വെച്ചാൽ കിങ്ങിണിയുടെ അമ്മ, അതായത് എന്റെ മോള് ഗർഭിണിയായിരിക്കായിരുന്നു. അങ്ങനെ അവളെ പ്രസവിക്കാൻ വേണ്ടി ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെന്ന് അവള് പ്രസവിച്ചതിന് ശേഷം അവളെ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഞാൻ പ്രസവിച്ചു, ഉടനെ അച്ഛൻ വന്ന് കൊച്ചിനെ കാണണം, പേരിടണമെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് പേരിട്ട? അപ്പൊ ഈ 6 മണിക്ക് ശേഷം എനിക്ക് കാഴ്ച സ്വപ്പം കുറവാണല്ലോ. ഇവള് പ്രസവിച്ചതാണെങ്കിൽ രാത്രി 8:30 മണിക്ക്. ഞാൻ അവിടുന്ന് തപ്പിത്തടഞ്ഞ് അവിടെ ചെന്ന് ആശുപത്രി ചെന്ന് ഈ പുകപടലത്തിന്റെ ഇടയിൽ കൂടെ നോക്കുന്ന പോലെ ഞാൻ കൊച്ചിനെ കണ്ടു. പേരിടാൻ പറഞ്ഞു. ആണാ പെണ്ണാന്ന് അറിഞ്ഞോളാം, ഞാൻ എങ്ങനെ പേരിടും? ആണാ പെണ്ണാണെന്ന് ചോദിക്കാൻ പറ്റുമോ? നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ നിൽക്കില്ലേ? അപ്പൊ കുറച്ചില്ലല്ലേ, എനിക്ക് കണ്ണിന് കാഴ്ച കുറവാണെന്ന് അവരറിയുമ്പോ കുറച്ചില്ലല്ലേ? നമ്മടത്താണാ ബുദ്ധിയില്ലാത്തത്. ഞാനൊരു നമ്പരം കിട്ടും, കൊച്ചിനെ ഒന്ന് നൈസാ തടവി നോക്കി. എപ്പം എനിക്ക് മനസ്സിലായി പെങ്കൊച്ചാണെന്ന്. ഉടനെ പേരിട്ട് കൊടുത്ത് കിങ്ങിണിന്ന്. ഇതാങ്കൊച്ചല്ലേ? അതേനാടാ എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞത്. ഞാൻ തടവിയപ്പോഴേ
കൊച്ചു കമന്ന് കിടക്കല്ലേ അങ്ങനെ ഒരു ചെറിയ അബദ്ധം ആശാനെ എനിക്കതങ്ങോട്ട് മനസ്സിലായില്ല. അതിനുള്ള പ്രായം ആയിട്ടില്ല നീ. പിന്നെ ഇങ്ങ് വാ. ഇവിടെ ഒരുപാട് കള്ളന്മാരുടെ ഏരിയയാണ്. അതുകൊണ്ട് മണിക്കുട്ടിന് കിട്ടിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ രാവിലെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനെടുത്ത് അലമാരയിൽ വെച്ച് അങ്ങോട്ട് പൂട്ടി. അലമാരയിൽ വെച്ച് പൂട്ടി? അലമാരയിൽ വെച്ച് അങ്ങോട്ട് പൂട്ടി. അതിന്റെ താക്കോല് ഞാൻ എവിടെ കൊണ്ടുവച്ചു? എവിടെ കൊണ്ടുവച്ചു? അതിന്റെ ഏറ്റവും അടിയിലുള്ള ചെറിയ കല്ലിക്കകത്തിട്ട് വെച്ചു. ഉത്തരവാദിത്തം. എന്നിട്ട് അതിന്റെ താക്കോല് ഞാൻ എവിടെ വെച്ചു? എവിടെ വെച്ചു? എല്ലാം സൂചിച്ച് കേക്കണ്ടപ്പോ. അല്ല പറ. ഉത്തരവാദിത്തമുള്ള ഒരു അമ്മാവനല്ലേ താക്കോലല്ലേ ഇതേ കിടക്കണത്. കൊന്നുകളയും. എന്റെ കിങ്ങിണി മണിക്കോട്ടന്റെ 1001 പവനിൽ തൊട്ട കൊന്നുകളയും. ആ കഷണ്ടിയുള്ള വെള്ളം ഒരുത്തുണ്ടല്ലോ, അവന് ചെറിയൊരു കള്ള ലക്ഷണമുണ്ട്. അവനെ നീ നോട്ട് ചെയ്തേരാ. ഇങ്ങനെ കുഴിച്ചു മൂടട്ടെ. അദ്ദേഹത്തിന്റെ അരയിൽ താക്കോലിരിപ്പുണ്ട്. നമുക്കത് എടുത്തിട്ട് ഇവിടെ ഉള്ള സാധനം തൂത്ത് വരയ്ക്കൊണ്ട് പോവാം. ഒരു കുഞ്ഞും കണ്ടുപിടിക്കത്തില്ല. കണ്ടുപിടിക്കും. വീണ്ടും പൊളിഞ്ഞു. കണ്ടുപിടിക്കൂലെന്ന് വിചാരിച്ചല്ലേ? കണ്ടുപിടിക്കൂലെന്ന് വിചാരിച്ചല്ലേ? കണ്ടുപിടിക്കും. അത്തരക്കാരല്ല, മനഃപൂർവ്വമാണ്. കണ്ടുപിടിച്ചിരിക്കും ഞാൻ. രമണിയുടെ ഇളയ മോനാണ് അത് ചെയ്തത്. എന്തോന്നു? എന്റെ ഷുഗറിന്റെ ഗുളി ഇവിടെ എടുത്ത് മാറ്റി ഞാൻ കണ്ടുപിടിക്കും. കഴിച്ചില്ലെങ്കിൽ സമയത്തിന് കഴിച്ചില്ലെങ്കിൽ ചെറിയൊരു വിറയലുണ്ട്. ആ കറുത്തുരുണ്ട് ആ കോങ്കണ്ണ് മറ്റേ ഉണ്ടക്കണ്ണൊക്കെ ഒരുത്തുണ്ടല്ലോ, അവന് ചെറിയൊരു കള്ള ലക്ഷണം ഉണ്ടെന്ന് നോട്ട് ചെയ്ത ആഭരണമൊക്കെ ഇരിക്കുക. ആശാന അങ്ങനെ കണ്ണിന് ഒരു ഗുരുവില്ല, കണ്ടുപിടിച്ചല്ലോ. അതൊക്കെ പോട്ട്, താക്കോൽ ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചല്ലോ. നമുക്ക് താക്കോൽ എടുക്കാം, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ. ഓക്കെ, താക്കോൽ എടുക്ക്. കിട്ടിയോ? കിട്ടി കിട്ടി. എങ്ങോട്ട് പോവാം? ഇവിടെ വിളിച്ചിരിക്കാം. പെണ്ണും ചെറുക്കനും ഇപ്പൊ ഇങ്ങോട്ട് എത്തും. അവർ നമ്മളെ കാണണ്ട. ഇവിടെ വിളിച്ചിരിക്കാം. ഹലോ ഹലോ, എന്റെ പൊന്നു മുതലാളി, ഞാൻ പറഞ്ഞില്ലേ ഇന്നെന്റെ കല്യാണമാണ്, ഇന്നെന്റെ ആദ്യരാത്രിയാണ്. എന്നെ വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന്. മുതലാളി പേടിക്കണ്ട, രാവിലെ 6 മണിക്ക് തന്നെ ഞാൻ റബ്ബർ ഒട്ടാൻ വരാം. വേണമെങ്കിൽ പാല് കൊടുത്ത് ഷീറ്റ് ഒടിച്ച് വെക്കാം. പൈസ എനിക്ക് വേണ്ട. മുതലാളി പ്ലീസ്, ഇന്ന് ആദ്യരാത്രിയാണ്, എന്നെ ഇനി വിളിക്കരുത്. ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കാൻ പോവുകയാണ്. എന്നാ അങ്ങനെയാണ്, ഇന്ന് ആരും വിളിക്കണ്ട. അയ്യോ ദൈവമേ, ഈശ്വര, അവിടെ നേരത്തെ വന്ന് കിടക്കുകയാണ്. പാവം കേട്ടാ, ക്ഷീണം കാണും. കല്യാണ റിസപ്ഷനൊക്കെ അല്ലേ. എനിക്ക് വയ്യ. ഇതെവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന്. അയ്യോ, ഒരു കാര്യം ചെയ്യാം, ഒരു ചൂട് ചുംബനം കൊടുക്കാം. ചിലപ്പോൾ അവള് ഉണരും. അയ്യോ എനിക്ക് വയ്യ. അയ്യോ, തിരിച്ചു വന്ന് ഒരിക്കൽ കൂടെ കൊടുക്കാം. റിസപ്ഷനൊക്കെ കഴിഞ്ഞ് വന്നായിരുന്നു. ഞാൻ ആ സമയം കൊണ്ട് ചെറുതായിട്ടൊന്ന് മയങ്ങി. ഇതിന്റെ ഇടയ്ക്ക് ഒരു പട്ടി വന്ന എന്നെ ഇവിടെ അങ്ങ് നക്കി. അപ്പോ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തുടങ്ങാൻ പോവില്ലേ, അമ്മാവന് ചെറിയൊരു ഉപദേശമുണ്ട്. ഇരി, അമ്മാവന് കാഴ്ച വലിയതായിട്ട് ഇല്ലെന്നറിയാല്ല, ആരെയും ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. സൈഡിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പാവം പോലെ വെളുക്കണവരെ. കണ്ണിനൊരു കുരുവില്ല, കണ്ണിനല്ലേ കുരു, എനിക്കൊരു കുരു ഇല്ലല്ലോ. അങ്ങോട്ട് മാറിക്കിടന്ന എന്റെ പൊന്നമ്മാവ, എന്റെ ആദ്യ രാത്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ എന്തിനാണ് ഈ ശല്യപ്പെടുത്താൻ കയറി വരണത്? ഭഗവാനെ, ഇന്നെൻ്റെ ആദ്യ രാത്രിയാണ്. ഇരുന്നിരുന്ന് കിട്ടിയ കല്യാണമാണ്. എന്റെ നവവധുവിനെ കുറിച്ചൊന്ന് അയവിറക്കാം. ചേട്ടാ ചേട്ടാ ചേട്ടാ, പാല് പാല്. കുട്ടി, കുറച്ച് ആസിഡ് ചോദിച്ചു, രാവിലെ ഷീറ്റ് അടിക്കുക. അയ്യോ അതല്ല, പിന്നെ കുടിക്കാൻ പാല്. അയ്യോ അയ്യോ അയ്യോ, നീയാ പാല് കൊണ്ടു? എനിക്ക് വയ്യ. കുട്ടി, അട വെക്ക്. ഏത് വണ്ടിക്ക്? വണ്ടിക്ക് അട വെക്കാനല്ല, ആ പാലട വെക്കാൻ. ഓ, ഞാൻ
ഈ രാത്രിയിൽ അവിടെ പോയി പാലട വെക്കാനാ? ഓ എന്റെ പൊന്നപ്പോ അതല്ലെന്ന്, പിന്നെ? പാൽ അവിടെ വെക്കാൻ. ഓ അങ്ങനെ. അയ്യോ പാലവിടെ വെച്ചാ? ചേട്ടാ പാല് മാത്രമേ ഉള്ളൂ, ഫ്രൂട്ട്സ് ഒന്നുമില്ലേ? അയ്യോ ഞാനത് അങ്ങ് മറന്ന് ഈശ്വര. മോളൂട്ടി ഷെൽഫിൽ ഞാൻ പടം എടുത്ത് വെച്ചിട്ടുണ്ട്, മോളൂട്ടി അത് എടുത്തുകൊണ്ട് വാ. ഓ, ചെല്ല് ശരി. ചെല്ല്. അയ്യോ എടാ നീയൊക്കെ എൻ്റെ 10-32 വർഷം കൊണ്ട് നീയൊക്കെ എൻ്റെ കൂടെ ജീവിക്കണ കേട്ടാ. എടാ നിനക്കൊന്നും നാണമില്ലടാ, നാണമില്ലേ? പോയി ചത്തൂടെടാ, ചത്തൂടെ. നിന്നെ ഞാൻ ഒന്നും പറയണില്ല, നീ നിന്റെ ജോലി കൃത്യമായിട്ട് ഡെയിലി ചെയ്യുന്നുണ്ട്, നീ പോ, മാറി തിരിഞ്ഞാ പോ. പക്ഷെ നീ 10-32 വർഷം കൊണ്ട് നീ ഉരുള ഉരുട്ടി എനിക്ക് തരണം. എടാ ദൈവം നിനക്ക് 5 വിരൽ നല്ല ഭംഗിയായിട്ട് തന്നിട്ടുണ്ടല്ലോ, ഇതിലേതെങ്കിലും ഒരു വിരലെടുത്ത് നിനക്ക് തോണ്ടിക്കൂടാടാ? പോയ കണ്ടാ? എടാ നിനക്ക് പറ്റിയ പണി സോമേട്ടൻ്റെ റബ്ബർ വിട്ട് പാലെടുക്കാനാണ് നിനക്ക് പറ്റിയ പണി. പോ, മാറി തിരിഞ്ഞാ പോ, പോടാ, പോ, മാറി തിരിഞ്ഞാ പോ. ഇനി കണ്ണുമ്പേ കൊണ്ടുവരും, പോ. ചേട്ടാ ഓ ഇവിടെ ഒന്നും ഫ്രൂട്ട്സ് കാണുന്നില്ല. അയ്യോ അവിടെ പടം കണ്ടില്ലായിരുന്നാ? ഇല്ല. അയ്യോ അമ്മാവാ എന്തോ ഞാൻ മറ്റേ ഷെൽഫിൽ വെച്ചിരുന്ന പടം എന്ത് ചെയ്ത്? ആ പഴം ഞാനെടുത്ത് നമ്മുടെ പശുവിന് ഇട്ട് കൊടുത്തറ. എല്ലാം പോയി ഈശ്വരാ. ഇനി 10 മാസം കഴിയുമ്പോ നമ്മുടെ പശു ഇരട്ട പ്രസവിക്കേ. അതെന്തേട്ടാ? എടി നമുക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിട്ട് ഞാൻ കോവലിന്ന് പൂജിച്ചോണ്ട് പഴമാണ് എടുത്ത് പശുവിനെടുത്ത് കൊടുത്തത്. ഒരു കാര്യം ചെയ്യ്, ഞാൻ പാലെടുത്ത് ഇവിടെ വയ്ക്കേ, ചിലപ്പോ അത് പട്ടിക്ക് എടുത്ത് കൊടുത്തളെ. ഇങ്ങോട്ടുണ്ടോ? ഞാൻ തന്നെ എടുത്ത് വയ്ക്കാം. ഇനി ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഇരിക്കാം. അങ്ങോട്ട്. അയ്യോ ചേട്ടാ ഓ ഒരു കാര്യം ചോദിക്കട്ടെ? പറ. ചേട്ടന് ആദ്യ രാത്രി പേടിയാണോ? ചെറുതായിട്ട് പേടിയുണ്ട്. നിനക്ക് പേടിയുണ്ടോ? ഓ ഞാനിതൊക്കെ എത്ര കണ്ടേക്കണേ. അതല്ല ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ? ഇവിടെ അടുത്ത് അമ്പലങ്ങളുണ്ടോ? അയ്യോ എന്റെ വീട്ടിന് ചുറ്റും അമ്പലങ്ങളല്ലേ? ആണോ? എന്താ കാര്യം? ആ നാളെ ഒന്ന് അമ്പലത്തിൽ പോണേ. അത് നല്ല കാര്യം. ആദ്യ രാത്രി കഴിഞ്ഞ് കുളിച്ചീറിനോട് കൂടി നമുക്ക് രണ്ടുപേർക്കും കൂടെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം, സമാധാനം കിട്ടും. അയ്യോ ചേട്ടനില്ല, പിന്നെ ഞാൻ മാത്രം. അയ്യോ എന്താ? അതെ നമ്മളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പേ ഞാനൊരു നേർച്ച എന്ത് നേർന്നായിരുന്നു. നേർച്ച? അതായത് നമ്മുടെ കല്യാണത്തിന്റെ അന്ന് മുതല് 6 മാസം വരെ എനിക്ക് വ്രതായിരിക്കും. അതാണ് നേർച്ച. തൊലഞ്ഞ് എല്ലാം തൊലഞ്ഞ്. മോളൂട്ടി ഈ ഒരു കാര്യം മനസ്സിലാക്കണം, ജീവിതം എന്ന് പറയുന്നത് ഒരു സ്കൂട്ടറാണ്, അത് മനസ്സിലാക്കണം. ആ സ്കൂട്ടറാണ് ഞാൻ, ഈ സ്കൂട്ടറിന്റെ പുറകെ ഇരിക്കുന്നതാണ് നീ. ഈ സ്കൂട്ടർ ഓടുമ്പോഴാണ് ജീവിതമാവുന്നത്, മനസ്സിലായോ? പക്ഷെ എനിക്ക് കിട്ടിയത് ഒരു സൈക്കിളാന്ന് മാത്രം. അയ്യോ എല്ലാം തുറഞ്ഞല്ലേ ഈശ്വര, ഇപ്പൊ എന്ത് ചെയ്യും? നിന്റെ അച്ഛൻ വല്ലതും കൊണ്ടുവന്നാടി? ഒരു കമ്പിളി വകുപ്പ് കൊണ്ടുവന്നായിരുന്നല്ലോ എന്റെ അച്ഛൻ. അത് ചേട്ടന് ഇഷ്ടപ്പെട്ടോ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. പക്ഷെ ഒരു കാര്യം, അത് പുതയ്ക്കാനുള്ള പായും കൂടെ എനിക്ക് വേണ്ടേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് 1-2 പറഞ്ഞിരിക്കാം. അതെ നീ പിന്നെ വേറെ വിശേഷ വീട്ടിലൊക്കെ അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു? അത് ശരി. അവൻ ഉറങ്ങുന്നില്ലല്ലോ, 1-2 പറഞ്ഞോണ്ടിരിക്കുക. ഉറങ്ങുന്നില്ലേ? ഇല്ല. അതിന് കീഴിൽ ഒരു ഐഡിയ ഉണ്ട്. എന്താ? ഇത് കണ്ട ഞാൻ ഗ്ലാസ് എടുത്തോണ്ട് വരാം. എന്തിന്? നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് നമുക്ക് എടാ നമുക്കടിക്കാനല്ല, പിന്നെ ഇത് നമ്മൾ ആ പാലിലൊഴിക്കും, അവരത് കുടിക്കും, അവർ ഫിറ്റാവും, അവർ ഉറക്കും, നമ്മൾ മോട്ടിക്കും. ആശാന്റെ ഒരു ഐഡിയ ഒഴിക്കട്ടെ. എന്റെ ദൈവമേ, പുരവയിലത്ത് കണ്ടവന്റെ ഒക്കെ ഇടിയും കൊണ്ട് മേടിച്ച സാധനമാണേ വല്ലവണ്ണം നക്കുന്നത്. ആശാനെ വിരലിട്ടളക്കട്ടെ, നന്നായിട്ട് ഇളക്ക്. അങ്ങനെ പാലിനകത്ത് മദ്യം ഒഴിച്ച്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, അപ്പൊ നമുക്കിനി പാല് കുടിക്കാം. ശരി. ദൈവമേ, ആദ്യം മോളോട്ട് കൂടി. ഇല്ല ചേട്ടൻ കുടി. നീ കുടി. ഇല്ല ചേട്ടൻ കുടി. മോളോട്ട് കൂടി അങ്ങോട്ട്. കൂടി. നീ ശബ്ദം മാറ്റി പറഞ്ഞത് കൂടെ ആദ്യം ഞാൻ കുടിക്കാം. നീ കുടി കുടി, കുറച്ചുകൂടെ കുടി, കറക്റ്റാ കുടി, ചുണ്ടിൽ വെക്കാതെ. ഇതിവിടെ ഇരിക്കട്ടെ. എന്തോന്നടാ? എടാ അവളെ കൊണ്ട് കിടത്തടാ, ഇവിടെ നിന്ന് മോട്ടിച്ചോണ്ട് പോണ്ടേ നമുക്ക്?
കംപ്ലീറ്റ് സാധനങ്ങൾ മോട്ടിക്കണം. ഓടിക്കണം. ഓക്കെ, അടിച്ചു മാറ്റിയേക്കാം. ശരി. ഒന്നും വിട്ടുകളയില്ലേ? ആഹാ. കേറ്റിയാ? കേറ്റി, കേറ്റി. കേറ്റി. അപ്പൊ ഓക്കെ, നമുക്ക് രക്ഷപ്പെടാം. ആ, രക്ഷപ്പെടാം. ഞാൻ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഓടണം. ഓടണം. ഓക്കെ, ഞാൻ പറയാണ്. ആ. റെഡി 1 2 2. 2 കഴിഞ്ഞ. ഞാൻ ഞങ്ങളൊക്കെ അവിടെ ബക്കറ്റും വെള്ളം എടുത്ത് പറമ്പിലോട്ട് പോവുക. ഓ, നിന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ തന്നെ പറയാം. ആ. റെഡി 1 2 3 സ്റ്റാർട്ട്. പോലീസ്. പോലീസ്. ഡേയ്, ഞാൻ ഇത്ര രഹസ്യമാറ്റി വെച്ചിരുന്ന എന്റെ മോഷണം എങ്ങനെ പോലീസ് അറിഞ്ഞു? ആശാൻ ഒന്ന് പ്രശസ്തനാകാൻ വേണ്ടി ഞാൻ ചെയ്തതല്ലേ. ഏ? ഇന്ന് ആശാന്റെ 100ാമത്തെ മോഷണമല്ലേ. ഈ 100ാമത്തെ മോഷണത്തിന്റെ പ്ലാനിങ് മൊത്തം ഞാൻ ഫേസ്ബുക്കിൽ വിട്ട് ആശാന്റെ പടം വെച്ച് ഒരു ഫ്ലെക്സ് അടിച്ച് ഞാൻ സ്റ്റേഷന്റെ ഫ്രണ്ടിലും വെച്ചു. എങ്ങനെയുണ്ട് ആശാനെ എന്റെ സർപ്രൈസ്? എടാ തെണ്ടി, നിന്റെ ഒരു സർപ്രൈസ്